യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ഒരുപാട് തവണ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള മാളൂട്ടീൻ്റെ ഒരു ഹെയർ സ്റ്റൈലായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ആ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് അത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുടിയിലെ കെട്ടൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇത്രയും നേരം അഴിച്ചിട്ട് നടന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കെട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കോമ്പാണ് യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ ഹെയർ ബ്രഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ അധികം വേദനിക്കാതെ നമുക്ക് കെട്ടിറക്കാൻ പറ്റും. ഈ ഫ്രണ്ടിലെ ബാങ്ക്സ് ഇങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു IKT വാക്സ് സ്റ്റിക്കാണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല ഇങ്ങനെ എവിടെയാണോ നമ്മൾ ചീകി വെച്ചത് അവിടെ തന്നെ ഇരിക്കും കറക്റ്റായിട്ട്. പക്ഷെ ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നില്ല, നമുക്ക് അത്രയ്ക്കും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉള്ളപ്പോഴേ യൂസ് ചെയ്യലുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഈ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ തലയിലല്ല കേട്ടോ തേക്കേണ്ടത്, ഹെയറിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും തലയിലേക്ക് എണ്ണ തേക്കുന്ന പോലെയൊന്നും തേച്ച് കൊടുക്കരുത്. അപ്പോൾ മാളൂട്ടിക്ക് ബോറടിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കൊടുക്കാൻ നമുക്ക് കുറച്ച് നേരം അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നോട്ടെ. അപ്പോൾ ഇനി നമുക്ക് കെട്ടൊക്കെ അറുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഹെയർ സെറ്റ് ചെയ്യുക. അതിന് ഈ ബാങ്ക്സ് ഞാൻ ഫ്രണ്ടിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഇത് കൂട്ടാതെ ബാക്കിയുള്ള ഹെയറൊക്കെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ എടുത്താലേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ഹെയർ ഇങ്ങനെ പുറകിലേക്ക് എടുക്കുമ്പോൾ ഫ്രണ്ടിലെ ബാങ്ക്സ് കറക്റ്റ് ലെവലിൽ ഫ്രണ്ടിലേക്ക് ഇടും. ഓക്കെ, ഇത് ഞങ്ങൾ റിൻസിന്റെ വീട്ടിൽ പോയ സമയത്ത് റിൻസി ഐഷുക്കെ മാളൂസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു സെറ്റ്. ഐഷും അവർക്ക് വാങ്ങി തന്നതാണിത്, ഈ ഒരു ഹെയർ ബാൻഡ്. നല്ല ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് ഒക്കെ പോലെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്, കുട്ടികൾക്കൊക്കെ പറ്റിയ രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ബണ്ണായിരിക്കും മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ സെൻറ്റർ ഇങ്ങനെ എടുക്കാം. ഭയങ്കര ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ആണല്ലേ ഈ ബണ്ണ്. യെസ്. അയ്യോ, അപ്പോൾ നമ്മൾ സെൻറ്റർ എടുക്കണം കറക്റ്റ്. സെൻറ്റർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ സെൻറ്റർ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഇത്ര പോർഷൻ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ എടുക്കാം. സ്ക്വയർ പോലെ എടുത്തിട്ട് ഈ കോമ്പൗണ്ട് നമ്മൾ കറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പോർഷൻ മാത്രമേ നമ്മളെ കയ്യിൽ വരുള്ളൂ. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയറും സർക്കിളും ഹാർട്ടൊക്കെ വരച്ചതുപോലെ ഉണ്ടാവും ഹെയറിൽ. ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നമ്മളൊരു ബണ്ണിടാം. അതിന് നമുക്ക് മാളൂസിൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള പിങ്ക് തന്നെ ഫസ്റ്റ് ഇടാം. യെസ്, മുർഷി എന്നെ കൊല്ലും. മുർഷി എന്നെ കൊല്ലും. എന്താ മുർഷി എപ്പോഴും പിങ്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പറയൂലേ കുഞ്ഞിപ്പിച്ചി. എന്നെ കൊല്ലും ഇതൊക്കെ കണ്ട. എന്നെ പിങ്ക് എന്നല്ലേ ഗിഫ്റ്റ് കിട്ടണതും നമ്മൾ വാങ്ങിക്കുന്നതും ഒക്കെ പിങ്ക് ആവുന്നു, എന്ത് ചെയ്യാനാ. അതെ, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് റാപ്പൻസലിന്റെ ഇത് വരെ പിങ്ക്. പർപ്പിൾ ആണെങ്കിൽ കുറച്ചും കൂടെ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു ലെയർ ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ ബണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. ഇതാകുമ്പോൾ മുടിയിൽ കെട്ടുപിടിക്കാൻ നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആണ്. പക്ഷേ ഇത് നമ്മൾ ചെറിയ റബ്ബർ ബാൻഡ് പോലത്തെ ഒന്നും യൂസ് ചെയ്യരുത്. ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളെ മുടിയിൽ നിന്ന് അത് ഊരി എടുക്കുമ്പോൾ വലിയ അവർക്ക് വേദനിക്കൊന്നുമില്ല. അപ്പം അല്ലാതെ ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് പോലെയുള്ളത് യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് കഷ്ടമായിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും അത് ഊരിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ബണ്ണാകുമ്പോൾ കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതൊക്കെ കുറച്ച് വെറൈറ്റിയാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും. അതുപോലെ ഇതൊന്നും കണ്ടിട്ടില്ല, ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൂസ് ഹെയർ മീൻസ് മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്രാബോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഇറ്റ്സ് ഇനഫ്. ഇത് തന്നെ നമുക്ക് ഓക്കെയാണ് ഹെയർ സ്റ്റൈലിന്.
ലുക്ക് നല്ല രസമില്ല ഞാൻ നോക്കട്ടെ. മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ നമുക്ക് ഓക്കെയാണ് ഇങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് മുടി കെട്ടണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ബാലൻസ് വേറെ രീതിയിൽ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബണ്ണും കൂടെ യൂസ് ചെയ്ത് കൂടുതൽ കളർഫുൾ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു പോണി ടൈൽ പോലെ കെട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതാ ഇങ്ങനെ പോണി ടൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഹെയർ സ്റ്റൈല്. ഇങ്ങനെ ഇപ്പം ഞാൻ ഇത് കെട്ടുന്നില്ല, കാരണം നമ്മൾ വേറെ മോഡലിൽ കെട്ടണമല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബണ്ണ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഹൈറ്റിലിട്ടിട്ട് അങ്ങനെ ഒരു ബണ്ണ് അവിടെ ഒരു ക്ലിപ്പ് വെച്ച് കൊടുത്താൽ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 4 എണ്ണം വെച്ചിട്ടല്ലേ, അപ്പം ഇവിടുന്ന് നമ്മൾ 2 എണ്ണം എടുക്കുക. എന്നിട്ട് ഇതാ ഒരു വൈറ്റ് എടുത്തിട്ട്, നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് എടുക്കുന്നത്. ബണ്ണ് ഇവിടെ മുഴുവൻ നമുക്ക് വൈറ്റ് വെച്ചിട്ട് കെട്ടാം. നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ ഓരോ മുടികൾ ഇങ്ങനെ പാറി വരുന്നുണ്ട്. അപ്പം അതില്ലാതാക്കാനാണ് നമ്മൾ മുടിയിൽ വാക്സ് തേക്കുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് അവിടെ നമ്മൾ ചീവി വെച്ച് കൊടുത്ത് തന്നെ മുടികൾ ഇരുന്നോളും. അതത്ര പക്ഷേ ഹെയറിന് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് യൂസ് ചെയ്യാത്തത്. ഇനി നമ്മൾ ഈ നെക്സ്റ്റ് 2 എണ്ണം എടുക്കുക. സെയിം അതേപോലെ തന്നെ വൈറ്റ് യൂസ് ചെയ്ത് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് 2 എണ്ണത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു ബണ്ണ് എടുത്തിടാം, അതുപോലെ ഇതിൽ നിന്നും അതുപോലെ ഇടാം. ഇത് രണ്ടും എടുത്തിട്ട് ഒരു ഏതെങ്കിലും ഒരു കളർ ബണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ കാണിച്ച പോലെ സിംഗിൾ പോണി ടൈലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കെട്ടാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ആയിട്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ ചേരുന്ന രീതിയിൽ കെട്ടണമെങ്കിൽ അങ്ങനെ കെട്ടാം. സിംഗിളായിട്ട് കെട്ടുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ബണ്ണിട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഹെയർ അഴിച്ചിട്ടിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കെട്ടാം, കുറച്ച് കളർഫുൾ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ക്ലിപ്പോ ക്രാബോ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ബണ്ണ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ലൂസ് ഹെയർ ആയിട്ട് ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ പോണി ടൈൽ കെട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2 സൈഡ് കെട്ടുന്നതും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ ഒരു എടുത്ത പോർഷൻ തന്നെ കറക്റ്റ് സെൻറ്റർ എടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോർഷൻ എടുക്കുക. ഇങ്ങനത്തെ ഒരു കോമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്ക്വയറായിട്ട് കെട്ടാനും അല്ലെങ്കിൽ ഈ സെൻറ്റർ എടുക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഒരു ബ്ലാക്ക് ബണ്ണിട്ട് കെട്ടിയാലും മതി, കാരണം നമ്മൾ ഈ ഒരു ഡിസൈൻ ഭംഗിയിൽ കാണാൻ വേണ്ടി. ഇനി ഞങ്ങൾക്ക് ആ ഒരു കറക്റ്റ് കളറിലാവുമ്പോൾ എല്ലാം കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് വേറൊരു കളർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഇപ്പുറ സൈഡും കെട്ടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഡബിൾ സൈഡായിട്ട് നമുക്ക് കെട്ടാം. ഇനി വേണമെങ്കിൽ നമുക്കിതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ലൈക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് യൂപ്പിനൊക്കെ കുത്തി കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഏത് ഹെയർ സ്റ്റൈലിനും ഇങ്ങനെ യൂസ് ചെയ്യാം. ഫ്രണ്ടിൽ നല്ല കളർഫുൾ ആയിട്ട് കുട്ടികൾക്കൊക്കെ ചേർന്ന രീതിയിലുണ്ടാവും. ഇപ്പം നമുക്ക് ഒരുപാട് ഹെയർ ബണ്ണുകളൊക്കെ ഉണ്ടാവും, പക്ഷേ എങ്ങനെ അതുകൊണ്ട് കെട്ടണം, കുറേ കളർഫുൾ ബൺസൊക്കെ ഉണ്ടായിട്ടും എന്ത് ചെയ്യണം അതുകൊണ്ട് എന്ന് അറിയാതിരിക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ പോണിറ്റൈലായിട്ട് ഇങ്ങനെ ഡബിൾ സൈഡ് ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കാം. മടക്കിയിട്ടൊരു ക്രാബോ അല്ലെങ്കിൽ ഒരു ബണ്ണോ ഇവിടെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഷോർട്ടായിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലൂസ് ഹെയർ ആയിട്ടോ പോണിറ്റൈലായിട്ടോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ടൈമുള്ള പോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുമ്പോഴേക്കും തന്നെ അതൊരു കുറച്ച് ഹൈലൈറ്റായി കുറച്ച് നല്ല ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ കെട്ടാൻ പറ്റുന്ന രീതിയിൽ തന്നെ കുട്ടികൾക്ക് പറ്റിയൊരു ഹെയർ സ്റ്റൈലായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഈ ഹെയർ സ്റ്റൈൽ നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഇത്രയും കളേഴ്സ് ഇല്ലെങ്കിൽ, ഒരു പിങ്ക് മാത്രമാണ് അല്ലെ വൈറ്റ് മാത്രമാണുള്ളെങ്കിലും ഇതേപോലെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ക്ലിപ്പോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിന് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ക്ലിപ്പൊന്നും ഇല്ലാതെ തന്നെ വെറും ബണ്ണ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മാളൂട്ടിക്ക് ഇഷ്ടമായോ ഈ ഹെയർ സ്റ്റൈല്? നല്ല ഇഷ്ടമായി. ഒരു റെയിൻബോ തീമിൽ ഒരു കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? കുട്ടികൾക്കൊക്കെ ഇഷ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. പക്ഷെ അവർ ഇരുന്ന് തരണം, അതാണ് മെയിൻ കാര്യം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. FB യിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.